പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിൽ പീഡനത്തിന് ഇരയായെന്ന യുവതിയുടെ പരാതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തി. പോലീസ് നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ പാലക്കാട് കോടതിയിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. പ്രസാദ് ചേരുന്ന വിവരങ്ങളുമായി. പ്രസാദ്, വിവരങ്ങൾ. രഞ്ജിത്ത്, പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകാണ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. പോലീസ് യുവതിയിൽ നിന്നും മൊഴി എടുത്തിരുന്നു. പക്ഷേ ഇതിൽ വസ്തുതാ പരിശോധന നടത്തിയ ചില വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് 164 പ്രകാരം മജിസ്ട്രേറ്റ് മുമ്പാകെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനുശേഷം ആണ് മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ മൊഴിയുടെ പകർപ്പ് 2 ദിവസത്തിനകം തന്നെ പോലീസിന് ലഭിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുശേഷമാകും ഈ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള യുവാവിനെ അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുക. ശരി പ്രസാദ്. പത്തനംതിട്ടയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കും. കെ സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയായേക്കും. തൃശൂരിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കും. ഇതോടെ 3 മുന്നണികളുടെയും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകും. ഇന്നലെ മാറ്റിവെച്ച പത്തനംതിട്ടയിൽ ബി.ജെ.പി. ഇന്നു തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് നേതാക്കൾ നൽകുന്ന വിവരം. ശ്രീധരൻപിള്ളയ്ക്കൊപ്പം സജീവമായി പരിഗണിച്ചിരുന്ന കെ സുരേന്ദ്രൻ തന്നെയാകും സ്ഥാനാർത്ഥി. പത്തനംതിട്ടയിലേക്ക് ഒരു പേര് മാത്രമാണ് കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയതെന്നും വൈകാൻ കാരണമറിയില്ലെന്നുമായിരുന്നു ജനറൽ സെക്രട്ടറി എം.ഡി. രമേശിന്റെ പ്രതികരണം. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഒരു പേര് മാത്രമേ ഉള്ളൂ. അത് കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കും. അതിന് എന്തെങ്കിലും താമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറ്റെന്തെങ്കിലും കാരണമായിരിക്കും. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു ഇന്ന് നേതാക്കൾ പ്രധാനമായും നേരിടേണ്ടി വന്നത്. എനിക്കറിഞ്ഞുകൂടാ, കാരണം ഞാൻ അത്രത്തോളം ഉയർന്ന നേതാവല്ല. അതിന്റെ ഉന്നതാധികാര സമിതിയിലൊന്നും ഞാനില്ല. ഞാൻ ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ്. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ തയ്യാറായില്ലെങ്കിൽ കെ സുരേന്ദ്രനെ പരിഗണിക്കേണ്ടി വരുമെന്നാണ് പ്രഖ്യാപനത്തിന് തടസ്സമായി നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത്. സമ്മർദ്ദത്തിന് വഴങ്ങി തുഷാർ ഇന്നു തന്നെ സന്നദ്ധത അറിയിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയെയും വീണ ജോർജിനെയും നേരിടാൻ ശബരിമല സമരം നയിച്ച സുരേന്ദ്രൻ തന്നെ എത്തുമെന്ന് വ്യക്തമായി. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. ബി.ജെ.പിയുടെ 2ാം പട്ടിക ഇന്ന്. ബി.ജെ.പിയിൽ ചേർന്ന ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീറും പട്ടികയിൽ ഇടം പിടിച്ചേക്കും. ഗംഭീർ ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ് സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ, മറ്റ് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിലെ 184 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ഇന്നലെ പുറത്തിറക്കിയിരുന്നു. പത്തനംതിട്ടയിലെ ചർച്ചകൾ പൂർത്തിയാക്കി പ്രഖ്യാപനം 2ാം പട്ടികയിലുണ്ടാകുമെന്ന് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ബി.ജെ.പി. നേതാവ് സത്യ അറിയിച്ചു. 2ാം പട്ടികയിലെ സ്ഥാനാർത്ഥികൾക്ക് അന്തിമ അനുമതി നൽകാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി വൈകിട്ട് യോഗം ചേരും. പ്രധാനമന്ത്രിക്കും ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്കും പുറമെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി എന്നിവരും പങ്കെടുക്കും. ഗാന്ധിനഗറിൽ എൽ.കെ. അദ്വാനിക്ക് സീറ്റ് നിഷേധിച്ച തെരഞ്ഞെടുപ്പ് സമിതി കാൺപൂരിൽ മുതിർന്ന നേതാവ് മുരളി മനോഹർ ജോഷിയെയും ഒഴിവാക്കുമോ എന്നതാണ് 2ാം പട്ടികയ്ക്ക് മുമ്പുള്ള ആകാംക്ഷ. ഇതിനിടെയാണ് ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീർ ബി.ജെ.പിയിൽ ചേർന്നത്. ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയാണ് ഗംഭീറിന് അംഗത്വം നൽകിയത്. ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് ഗംഭീർ ജനവിധി തേടുമെന്നാണ് സൂചന. കെ.പി. അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. 13 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായതോടെ ബി.ജെ.പിയുടെ പ്രചാരണം ഊർജിതമായി. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ചുവരെഴുത്തുകളും പോസ്റ്ററുകളുമായി ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞു. പത്തനംതിട്ടയിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്ന് കുമ്മനം പറഞ്ഞു. തിരുവനന്തപുരത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ പ്രചാരണം തുടങ്ങിയത് വെങ്ങാനൂർ അയ്യങ്കാളി സ്മാരകത്തിൽ നിന്നായിരുന്നു. ആദ്യ യോഗ സ്ഥലത്തേക്കുള്ള യാത്ര ന്യൂസ് 18-നൊപ്പം. ശബരിമല മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയം തന്നെ. വികസനം ഒരു വിഷയമാണ്, വിശ്വാസ സ്വാതന്ത്ര്യം മറ്റൊരു വിഷയമാണ്, അതോടൊപ്പം തന്നെ നാടിന്റെ സുരക്ഷ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പാലക്കാട്ടെ ബി.ജെ.പി. സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പ്രചാരണം തുടങ്ങിയത് പട്ടാമ്പിയിൽ. മറ്റുള്ള 2 മുന്നണികളെക്കാട്ടും പ്രചരണത്തില് ഞങ്ങൾ ഒരുപടി മുന്നിലാണ്. കണ്ണൂരിൽ ബി.ജെ.പി. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയായിരുന്നു സി.കെ. പത്മനാഭന്റെ പ്രചാരണ തുടക്കം. സി.പി.എമ്മിന്റെ കോലീബി ആരോപണം പറഞ്ഞു പഴകിയതെന്ന് മറുപടി. ആ ആരോപണം കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ കേട്ട് തഴമ്പിച്ച ജനങ്ങൾ തള്ളിക്കളഞ്ഞ പരിഹാസ്യമായ ഒരു ആരോപണമാണ്. ആറ്റിങ്ങലിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ വർക്കല ശിവഗിരി മഠത്തിൽ നിന്നാണ് പ്രചാരണം തുടങ്ങിയത്. അല്പം കാത്തിരിക്കേണ്ടി വന്നെങ്കിലും മികച്ച സ്ഥാനാർത്ഥികളാണ് രംഗത്തിറങ്ങിയിരിക്കുന്നതെന്ന ആത്മവിശ്വാസം ബി.ജെ.പിക്കുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
തെരഞ്ഞെടുപ്പിൽ കോലി ബി സഖ്യം എന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ആരോപണം തള്ളി കോൺഗ്രസും ബിജെപിയും. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ദേശീയ തലത്തിൽ സിപിഎം ബിജെപി ധാരണയാണ് ഉള്ളതെന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തി. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലടക്കം കോൺഗ്രസിന് വോട്ടുമറിച്ച പാരമ്പര്യമാണ് സിപിഎമ്മിനുള്ളത് എന്ന് കുമ്മനം രാജശേഖരനും ആരോപിച്ചു. കൊല്ലം, വടകര അടക്കമുള്ള സീറ്റുകളിൽ സിപിഎമ്മിനെ പരാജയപ്പെടുത്താൻ കോലീബി സഖ്യം പ്രവർത്തിക്കുന്നു എന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ ആരോപണം. കൊല്ലത്ത് പ്രേമചന്ദ്രനു വേണ്ടി ബിജെപി ദുർബല സ്ഥാനാർത്ഥിയാക്കിയെന്നും LDF കേന്ദ്രങ്ങൾ ആരോപിക്കുന്നു. എന്നാൽ തോൽവി മുന്നിൽ കണ്ടുള്ള സിപിഎം തന്ത്രമായാണ് കോൺഗ്രസും ബിജെപിയും ഈ നീക്കത്തെ കാണുന്നത്. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന നിലയിൽ കോൺഗ്രസിന് ദേശീയ തലത്തിൽ വോട്ട് കുറയ്ക്കുക എന്ന ബിജെപിയുടെ തന്ത്രം കേരളത്തിൽ നടപ്പാക്കാൻ സിപിഎം സഹായിക്കുകയാണ്. ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ജനങ്ങൾ തിരിച്ചറിയും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ കെ മുരളീധരനായി സിപിഎം വോട്ട് മറിച്ചെന്നായിരുന്നു കുമ്മനത്തിന്റെ മറുപടി. 3ാം സ്ഥാനത്തേക്ക് സിപിഎം പോയത് എന്തുകൊണ്ടാണ്? സിപിഎമ്മിന്റെ വോട്ടുകൾ കെ മുരളീധരന് മറിച്ചു കൊടുത്തുകൊണ്ടാണ്. മറിച്ചു കൊടുത്തതിന്റെ പേരിൽ അച്ചടക്ക നടപടിയെ നേരിടേണ്ടി വന്നില്ലേ സീമയ്ക്ക്? സിപിഎമ്മും ബിജെപിയും ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ജയിച്ചു വന്നാൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി സിപിഎം ആരുടെ പേര് പറയുമെന്നും കുമ്മനത്തിന്റെ വെല്ലുവിളി. നിങ്ങൾ ലോക്സഭയിൽ പോകുമെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആർക്കു വേണ്ടിയാണ് കൈപൊക്കാൻ പോകുന്നത്? പറയട്ടെ. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചോദ്യത്തിന് കുമ്മനത്തിന്റെ മറുപടി ഇങ്ങനെ. ആഗ്രഹിക്കേണ്ട കാര്യം അവിടെ മുരളീധരൻ തോറ്റുപോകുന്നുള്ള കാര്യത്തിൽ സംശയം എന്താ? ന്യൂസ് 18 തിരുവനന്തപുരം. വിവാദ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിൽ മൂന്നാർ ഗ്രാമപഞ്ചായത്തിനെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി. കോടതി വിധി മറികടന്ന് നിർമ്മാണം നടത്തിയ പഞ്ചായത്തിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു. പഞ്ചായത്തിന്റെ നിർമ്മാണ പ്രവർത്തനം അനധികൃതമാണ് എന്ന് സർക്കാരും റിപ്പോർട്ട് നൽകി. വിവാദ ഷോപ്പിംഗ് കോംപ്ലക്സിന് റവന്യൂ വകുപ്പ് നൽകിയ സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് പഞ്ചായത്തിനെതിരെ ഹൈക്കോടതി ആഞ്ഞടിച്ചത്. മുതിരപ്പുഴയാറിന്റെ വശങ്ങളിൽ നിർമ്മാണത്തിനുള്ള വിലക്കും NOC നിർബന്ധമാക്കിയുള്ള ഡിവിഷൻ ബെഞ്ച് ഉത്തരവും പഞ്ചായത്തിന് അറിയില്ലേ എന്ന് കോടതി ചോദിച്ചു. തദ്ദേശഭരണ സ്ഥാപനം തന്നെ ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയാൽ മറ്റുള്ളവരെ എങ്ങനെ നിയമം അനുസരിക്കും? ഗുരുതരമായ നിയമലംഘനം നടത്തിയ പഞ്ചായത്തിനെതിരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടെന്നും കോടതി ചോദിച്ചു. അതേസമയം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം അനധികൃതമാണെന്ന് സർക്കാർ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. കണ്ണൻദേവൻ കമ്പനി ഭൂമി വിട്ടു നൽകിയത് പാർക്കിംഗ് ആവശ്യത്തിന് മാത്രമാണ്. പഞ്ചായത്ത് നടത്തിയത് ഗുരുതരമായ നിയമലംഘനമാണ്. സ്റ്റോപ്പ് മെമ്മോ നൽകിയ ശേഷമാണ് NOCക്ക് പഞ്ചായത്ത് അപേക്ഷ നൽകിയത്. കോടതി ചെലവടക്കം ഈടാക്കി പഞ്ചായത്തിന്റെ ഹർജി തള്ളണമെന്ന് ദേവികുളം സബ് കളക്ടർ രേണുരാജ് കോടതിയിൽ ആവശ്യപ്പെട്ടു. കേസ് അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും. ന്യൂസ് 18 കൊച്ചി. 4 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി പൊതുവേദിയുമായി സുരേഷ് വെള്ളിമറ്റം ചേരും. നമസ്കാരം.